അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ജീരകക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നോമ്പ് തുറക്ക് വെക്കുന്ന കഞ്ഞിയില്ലേ, ആ കഞ്ഞി തന്നെ. അതിനായിട്ട് കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പട്ടകറാമ്പ് പൊടി, പിന്നെ വലിയുള്ളി അരിഞ്ഞത്, ചെറിയുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി ഒന്ന് മിക്സിയിലിട്ട് ഓട്ടിയതാണ്, പിന്നെ നെയ്യ്, ഓയിൽ. പിന്നെ ആദ്യമായിട്ട് ചെമ്പ് നമ്മൾ അടുപ്പത്ത് വെക്കണം. വലിയ ചെമ്പാണ്, പള്ളിക്കുള്ള കഞ്ഞി ആയതുകൊണ്ടാണ്. അതിൽ ഓയിൽ ഒഴിച്ച്, പിന്നെ നെയ്യ് ഒഴിച്ച്, വലിയുള്ളി അരിഞ്ഞതിട്ട്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചെറിയുള്ളി പേസ്റ്റും 3 പേസ്റ്റും പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇളക്കി കൊടുക്കണം. പള്ളിയിലത്തെ കഞ്ഞിയാണ്, ഞങ്ങളുടെ ഉമ്മേനെ വെക്കണ ആയതുകൊണ്ടാണ്. വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഉമ്മ ശരി എടുത്തോ പറഞ്ഞാലും കൊണ്ട് എടുത്താണ്, നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമല്ലോ പറഞ്ഞിട്ട്. വലിയ ചെമ്പിലാണ് വെക്കണത്. പള്ളിയിൽ നോമ്പ് തുറക്ക് വരുന്ന എല്ലാവർക്കും കൊടുക്കാനും, പിന്നെ ഇവിടെ അടുത്തുള്ള വീടുകളിലത്തെ എല്ലാവരും വാങ്ങിയിട്ട് പോകും. മുസ്ലിങ്ങൾ മാത്രമല്ല, വേറെയും എല്ലാവരും വാങ്ങിയിട്ട് പോകും. ഇത് റമദാൻ മാസം മാത്രം കിട്ടുന്ന ഒരു സാധനമല്ലേ. പിന്നെ അതിൽ തക്കാളി പേസ്റ്റും, പിന്നെ നമ്മൾ എടുത്ത് വെച്ച ആ പൊടികളും, അതിൻ്റെ കൂടെ മല്ലിത്താളയും ചേർത്തിട്ടുണ്ട്. മല്ലിത്താളയും പുതിനയും ചേർത്തിട്ടുണ്ട് അതിൽ. പിന്നെ അതിലേക്ക് അരി വേകാൻ ആവശ്യമായ, കഞ്ഞിക്ക് ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അരി നേരത്തെ കുതിരാനിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ഉലുവയും ചേർത്തിട്ടുണ്ട്. അരിയിൽ ഒപ്പം തന്നെ ഉലുവയും കുതിരാനിട്ടിട്ടുണ്ടാവും. അരിയും വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ആ അരി എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഗമ്മിലിടുക ചെയ്യുക. ആ തീ കെടുത്തിയിട്ട് ഒരുപാട് തീ കത്താണ്ട് ദമ്മിലിട്ടിട്ട് അത് കുറച്ച് നേരം വെക്കും. ഇതിപ്പോൾ രാവിലെ അവർ തുടങ്ങും വെക്കാൻ. രാവിലെ തീ കൂട്ടി എല്ലാം വെച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാവും കഞ്ഞി വേകുമ്പോഴത്തേനും. ഉച്ച ശേഷമാവും, ഇത്രയും കഞ്ഞി വേവണ്ടേ. അപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വൈകുന്നേരത്ത് എല്ലാവർക്കും ഈ കഞ്ഞി കിട്ടും. ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങാം. റമദാൻ മാസം മാത്രം കിട്ടുന്ന കഞ്ഞിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും. ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.